ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഒരു സംശയം എന്താ ചോദിച്ചിട്ട് എന്ന് പറയാം. ഇന്നത്തെ പേപ്പറിൽ ഒരാളുടെ അശീതി ആഘോഷിച്ചതായിട്ട് കണ്ടു. അർത്ഥം മനസ്സിലായില്ല. അശീതി എന്ന് പറഞ്ഞാൽ 80 വയസ്സായ പിറന്നാളിൻ്റെ പേരാണ് അശീതി. ഷഷ്ടിപൂർത്തി പറഞ്ഞാൽ 60 വയസ്സായ പിറന്നാൾ. പിന്നെ 70 ആവുമ്പം സപ്തതി എന്ന് പറയും, 80 ആവുമ്പം അശീതി എന്ന് പറയും, 90 ആവുമ്പം നവതി എന്ന് പറയും, 100 ആവുമ്പം എന്തെങ്കിലുമൊക്കെ പറയാം, അതിന് ആളുണ്ടായാൽ മതി, ഇത്രയേ ഉള്ളൂ. അതില്ല. 100 ആവുമ്പം 100 തന്നെ, വേറെ ഒന്നുമില്ല. ശതപൂർണിമ എന്നോ എന്തെങ്കിലുമൊക്കെ പറയാം 100 ആയാൽ. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട്. അതിലെന്താണത്? വേദവ്യാസ വിരചിതമായ അധ്യാത്മരാമായണത്തെ അധികരിച്ചാണ് എഴുത്തച്ഛൻ രാമായണം കൃതി രചിച്ചത് എന്ന് കേട്ടിട്ടുണ്ട്. വ്യാസ രാമായണവും മൂലത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണോ? അതായത് വ്യാസർ എഴുതിയിട്ടുള്ള അധ്യാത്മരാമായണം വാൽമീകി രാമായണം മൂലത്തിൽ നിന്ന് വ്യത്യസ്തമാണോ ചോദിച്ചാൽ, എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ള പുസ്തകമല്ലേ, ഏതാണ്ട് അതിൻ്റെ സംസ്കൃതമാണ് എന്ത് ഈ മറ്റേ സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള അധ്യാത്മരാമായണം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ആ കണ്ട മറ്റത് ലേശം അധികം എന്താ വെച്ചാൽ, എഴുത്തച്ഛൻ എന്ന് പറഞ്ഞ മഹാത്മാവ് വലിയ പണ്ഡിതനെ ഇരുന്നു. അദ്ദേഹത്തിന് പല ജാതി ശാസ്ത്രങ്ങൾ നിശ്ചയുള്ള ആളാണ്. ആയുർവേദം തുടങ്ങി എല്ലാ ശാസ്ത്രങ്ങളും അറിയാം. അപ്പം അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു മണവും ഗുണം എന്തിൽ കൂടുതൽ കാണും? ഈ കളിപ്പാട്ടിൽ കൂടുതലുണ്ട്. എന്നാലും ആ മൂലകൃതി തന്നെയാണ് ആശ്രയിച്ചിട്ട് അദ്ദേഹം എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് ഈ 2 പുസ്തകം, കളിപ്പാട്ട് പുസ്തകവും സംസ്കൃതം മൂലം ഗ്രന്ഥം, ആശയത്തിലും അടിസ്ഥാനത്തിലും വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഒന്ന് സംസ്കൃതത്തിൽ ശ്ലോകങ്ങളായിട്ടാണ് എഴുതി. ശ്ലോകം എന്ന് പറഞ്ഞാൽ പിന്നെ അനുഷ്ടുപ്പ്, അല്ലെങ്കിൽ അതിനേക്കാളും വലിയ അനുഷ്ടുപ്പ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, പാദബദ്ധോക്ഷര സമതന്ത്രിലയ സമന്വിത എന്ന് പറഞ്ഞില്ലേ. പാദബദ്ധ 4 പാദം ഉണ്ടാവും, 4 വരികളുണ്ടാവും, ഓരോ വരിയിൽ 8 അക്ഷരം ഉണ്ടാവും, 38 അക്ഷരമാകുമ്പോൾ അനുഷ്ടുപ്പായി. പിന്നെ അനുഷ്ടുപ്പിനേക്കാളും വലിയ വൃത്തങ്ങളൊക്കെ ഉണ്ട്, അതും അക്ഷരം കൂടും, 8 എണ്ണാവും, 9, 10 ആവും. അങ്ങനെയൊക്കെയുള്ള വൃത്തങ്ങളടക്കെ മാറി വരും. എന്നാലും പൊതുവെ അനുഷ്ടുപ്പാണ് ധാരാളം, മറ്റത് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 80% അനുഷ്ടുപ്പും ബാക്കി 20% അല്ലാത്തതൊക്കെ വരുള്ളൂ. ഏതാണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഈ എഴുത്തച്ഛൻ്റെ കൃതിയിൽ അങ്ങനത്തെ വൃത്തങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അനുഷ്ടുപ്പ് ജാതി വൃത്തങ്ങളൊന്നും, സംസ്കൃത വൃത്തങ്ങളൊന്നുമില്ല, ഭാഷാവൃത്തങ്ങളാണ് ഉപയോഗിച്ചത്. അതിന് കാക്കളി, കേക്ക, കള്ളക്കാഞ്ചി, മണികാഞ്ചി, മഞ്ചരി എന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഭാഷാവൃത്തങ്ങളാണ്. നത്തോന്നത്ത എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതൊക്കെ ഭാഷാവൃത്തമാണ്. അപ്പോൾ ഭാഷാവൃത്തത്തിലാണ് അദ്ദേഹം എഴുതിയത്. അതിന് ഈരടികൾ എന്നാണ് പറയുക, ശ്ലോകം എന്ന് പറയില്ല. ഈരടി എന്ന് പറഞ്ഞാൽ 2 വരി കൂട്ടിയിട്ട് എഴുതും, ഈരടി. മറ്റേത് ശ്ലോകമാണ്, സംസ്കൃതത്തിൽ ശ്ലോകം എന്നാണ് പറയുക. അവിടെ ഈരടി ഇല്ല. ഇതാണ് പ്രത്യേകത. അദ്ദേഹം കുറച്ചും കൂടി ഭാഷാപരമായിട്ട്, അതായത് സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാവാൻ നല്ലത് ഈ മട്ടാണ് എന്ന് കണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത്. പൂഞ്ചനമ്പ്യാരെ പണ്ട് പറഞ്ഞില്ലേ, എന്താ ഈ ഭട്ടജനങ്ങട്ടനട്ടുവിലുള്ളൊരു പട്ടയണിക്കിഹ ചേരുവാൻ വടിവി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ എന്ന് പറഞ്ഞില്ലേ. സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാനും പെരുമാറാനും വ്യവഹരിക്കാനും ഒക്കെ നല്ലത് ഭാഷയാവുമ്പോൾ അവന് എളുപ്പമുണ്ടേ, അവനവൻ്റെ ഭാഷയിൽ മനസ്സിലാക്കാലോ വെച്ചിട്ടാണ് ആ മഹാത്മാവ് അങ്ങനെ ഒരു പുണ്യകർമ്മം ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ ഇരുന്നതൊക്കെ കേൾക്കാൻ ഉള്ള മനസ്ഥിതി ഉള്ളവരായിട്ട് ഇരിക്കുന്നത്. ആ മഹാത്മാവ് അത് ചെയ്തതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എല്ലാവരും ജയിച്ച് വലിയ മാർക്ക് വാങ്ങി എല്ലാവരും വന്ന് നമ്മൾ തോളത്തേറ്റി കൊണ്ട് നടക്കും. പക്ഷെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർ ആ പണി ചെയ്തതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇത് കിട്ടാൻ ഇല്ലേ. അത് നമ്മൾ പിച്ചിയും പറിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തിയും നുള്ളിയും നിലവിളിച്ചും നമ്മുടെ സാരിയും വെച്ചിട്ട് നടന്നും കഷ്ടത്തിലായ കാലത്ത് ആ ടീച്ചർ പണിയെടുത്തതുകൊണ്ടാണ് ഇന്ന് 10ാം ക്ലാസ്സിൽ വലിയ ആളായത്, മാർക്ക് വാങ്ങിയത്, സമ്മാനമാണ്. അപ്പം നമ്മൾ വന്ന വഴി മറക്കരുത് എപ്പോഴും. അപ്പോൾ ഒരു ഗുരുനാഥൻ സ്ഥാനം, മഹാസ്ഥാനം ആർക്കുണ്ട്?
എഴുത്തച്ഛനുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ വെളിച്ചാണ് നമ്മളെയൊക്കെ ഇവിടെ അതൊക്കെ എപ്പോഴും സ്മരിക്കണം, എന്നിട്ടൊക്കെ ഇത് പഠിക്കുക. എന്താ വെച്ചാൽ അപ്പോൾ അത് സംശയം തീർന്നു. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ ഈ വനവാസത്തിന് പോവുക, അല്ലെങ്കിൽ അതിനെ തീരുമാനിച്ച രാജാവ് അങ്ങനെ രാജാവിൻ്റെ മുമ്പിലേക്ക് രാമനെ കൊണ്ടുവന്നു. രാമൻ എന്ത് ചെയ്തു വെച്ചാൽ സുമന്ത്രരെ പറഞ്ഞ വഴി നോക്കി വന്ന് അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ടപ്പോൾ എന്താ വെച്ചാൽ അച്ഛൻ ഇങ്ങനെ ഇരിക്കണോ, അന്ധാളിച്ചിരിക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ പരിഭ്രമിച്ചു. എന്നാൽ ഓടിച്ചെന്ന് കൈകേയി സഹിതം ദീനം മുഖേന പരിശുഷ്യത, വായൊക്കെ വറ്റി വരണ്ടൊന്നും മിണ്ടാൻ വയ്യാതെ ദൈന്യമായ മുഖത്തോടു കൂടി നിവൃത്തിയില്ലാത്ത ഭാവത്തിൽ ഇരിക്കണതായ അച്ഛനെ കണ്ട് പരിഭ്രമിച്ചിട്ട് സപിതുശ്ചരണൗ പൂർവം അഭിവാദ്യ വിനീതവത് തതോ വന്ദേ ചരണൗ കൈകേയ്യ സുസമാഹിത. ആ നമസ്കരിച്ച പ്രകാരാ പറഞ്ഞത്. ആദ്യം ചെന്ന് അച്ഛൻ്റെ പിതുശ്ചരണം, അച്ഛൻ്റെ കാൽക്കൽ ചെന്ന് നല്ലോണം കണ്ട് നമസ്കരിച്ച് അഭിവാദ്യം ചെയ്തു എന്നാ പറയുക. അഭിവാദ്യം ചെയ്തതിൻ്റെ ശേഷം പിന്നീട് തതോ വന്ദേ ചരണൗ കൈകേയ്യ സുസമാഹിത, പിന്നെ കൈകേയ്യമ്മയുടെ കാൽക്കലും ചെന്ന് നമസ്കരിച്ചു. രാമൻ നല്ല വിനയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്, എന്ത് ചെയ്തില്ല, ധിക്കാരൊന്നും കാണിക്കാൻ നിന്നില്ല. അച്ഛനെ നമസ്കരിച്ചു, അമ്മയെ നമസ്കരിച്ചു. എൻ്റെ പെറ്റ അമ്മയൊന്നും അല്ല, എന്നാലും ആരെയെ നമസ്കരിച്ചു, സ്ഥാനം കൊണ്ട് അമ്മ തന്നെയാണ്, അമ്മയെ നമസ്കരിച്ചു. അങ്ങനെ നമസ്കരിച്ചിട്ട് തൊഴുതപ്പോൾ എന്താണ്ടായി, രാജാവിനൊന്നും മിണ്ടാൻ പറ്റിയില്ല. രാജാവ് രാമേത്യുവാച വചനം, രാമാന്നൊരു വിളിയാരെ വിളിച്ചുള്ളൂ, രാജാവ് വിളിച്ചുള്ളൂ. ഒന്നും പറയാൻ ആർക്ക് സാധിച്ചില്ല, രാജാവിന് പറ്റിയില്ല. രാമേത്യുവാച വചനം ബാഷ്പപര്യാകുലേക്ഷണ, കണ്ണ് നിറഞ്ഞിട്ട് കണ്ണീരോണ്ട് ഇങ്ങോട്ട് വയ്യാണ്ടേയിട്ട് രാജാവിനൊന്നും മിണ്ടാനും ഒന്നും ചെയ്യാനും പറ്റാതെ അന്താളിച്ച് അങ്ങനെ ഇരുന്നു. ശശാക നൃപതി. എന്നിട്ട് രാജാവ് രാമനെ നോക്കാൻ പോലും രാജാവ് ശക്തനായില്ല എന്നാ പറഞ്ഞത്. നോക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ, മകനെ ഒന്ന് നോക്കുക. നേരത്തെ 2 തവണ മുമ്പ് വന്നത് ഓർമ്മയില്ലേ? അപ്പോഴൊക്കെ ഉണ്ടായ കഥകൾ, അടുത്തേക്ക് ഇരുത്തലും മടിയിൽ ചേർത്ത് പിടിച്ച് മുമ്മ കൊടുത്തതും പുറത്ത് തലോടിയതും നല്ല വർത്തമാനം പറഞ്ഞതും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും ഇപ്പം രാജാവിന് പറ്റാണ്ട് ആ വിഷമം കൊണ്ടേ ഉള്ളിലിരിക്കുന്ന വേവലാതി കൊണ്ട് എന്നിട്ട് ചെയ്തു. അപ്പം രാമൻ എന്താണ്ടായിച്ചാൽ തത് അപൂർവം നരപതേഹെ, ഇത് മുമ്പ് കണ്ടിട്ടില്ല രാജാവിന് ഇങ്ങനത്തെ ഒരു വിഷമേ. തത് അപൂർവം നരപതേഹെ ദൃഷ്ടുവാ രൂപം ഭയാവഹം, അച്ഛൻ്റെ ഈ സ്വരൂപം സമ്പ്രദായം പേടിപ്പിക്കുന്നതായിട്ടാണ് ആർക്ക് തോന്നിയത്. ഒരു പേടി തോന്നി ആർക്ക്, എന്താ അതിങ്ങനെ അച്ഛൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ പതിവ്. ആ പേടി തോന്നുന്ന കാരണം രാമൻ എന്ത് ചെയ്തു വെച്ചാൽ രാമോപി ഭയമാപന്ന പതുവ സ്പൃഷ്ടുവേവ പന്നകം, പാമ്പിനെ ചവിട്ടിയ എന്താ ചെയ്യുക, അമ്മട്ടിൽ ആരൊന്ന് പേടിച്ച് പിന്നാക്കം നിന്നു. നമ്മൾ അറിയാണ്ട് നടന്നു പോകുമ്പോൾ വല്ല പാമ്പ് ജാതിയിൽപ്പെട്ടതിനെ വല്ലതിനും ചവിട്ടി എന്താ ചെയ്യുക, ചവിട്ടിയ പെട്ടെന്ന് കാല് വലിച്ച് പിന്നാക്കം വാങ്ങി നിൽക്കില്ലേ, അതിപ്പോൾ എങ്ങനെയിരിക്കും, അതെങ്ങനെയായിരിക്കും? അതാരോടെങ്കിലും ചോദിച്ചിട്ടാണ് നമ്മൾ നിൽക്കുക. ചവിട്ടുമ്പോഴേക്ക് പെട്ടെന്ന് അങ്ങനെ ഇങ്ങോട്ട് നമ്മൾ പിന്നാക്കം വാങ്ങി നിൽക്കും. അമ്മട്ടിൽ അച്ഛൻ്റെ ഈ സ്വരൂപവും സമ്പ്രദായം കണ്ടപ്പം പരിഭ്രമിച്ചിട്ട് രാമൻ ഒന്നിങ്ങോട്ട് എന്താ അത് അങ്ങനെ ഉണ്ടാവില്ല, ഒരു വെപ്രാളം, ഒരു ഞെട്ടലൊക്കെ ഉണ്ടായി. പിന്നാക്കം വാങ്ങി നിന്ന് അച്ഛനെങ്ങനെ കണ്ടിട്ടില്ലേ, 10-25 കൊല്ലമായി ആരെ കാണണു, അച്ഛനെ കാണണോ, കാലം വരെ ഇങ്ങനെ ഒരു വിഷമം കണ്ടിട്ടില്ല. അപ്പോഴേക്ക് അച്ഛൻ എന്തപ്പം രാമ അങ്ങനെ ചിന്തിച്ചു, എന്തപ്പം അച്ഛനിപ്പം ഇങ്ങനെ ഒരു വിഷമം, സന്തോഷമില്ലാതെ അച്ഛനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എങ്ങനെ ഒരു ഒട്ടും സന്തോഷമില്ലാത്ത മറ്റേ തന്നെയൊക്കെ കണ്ട അച്ഛനെ ഇരട്ടിക്കുക പതിവ്. എന്താ കാരണം, സന്തോഷം കൊണ്ട് അത്രയ്ക്കൊക്കെ ഇവിടെ തന്നെ കണ്ട ഒരു ഭാവമാറ്റവും ഇല്ല. അപ്പം രാമ അങ്ങനെ ചിന്തിച്ചു, കച്ചിന്മയ അപരാധം അല്ലേ, ഞാൻ എന്തെങ്കിലും അപരാധം അച്ഛനോട് ചെയ്തു പോയോവോ, അങ്ങനെയുണ്ടല്ലോ ഒരു അലോഹ്യം തോന്നാൻ. കച്ചിന്മയാ അപരാധം അജ്ഞാനാതിയേനമേ പിതാ, അറിയാണ്ടാണെങ്കിൽ പോലും എന്തെങ്കിലും അപരാധമായിട്ട് ചെയ്തു പോയോ, നിശ്ചല്യ അങ്ങനെ ഉണ്ടായി. കുപിതസ്തേന മാമാ ചക്ഷത്വം ചേനയും, അതുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ടാണ് ആ അച്ഛൻ മിണ്ടാണ്ടിരിക്കണത്. ആര് ചിന്തിച്ചു? രാമൻ അങ്ങനെ ഒരു അപരാധം ചെയ്തതായിട്ട് രാമൻ്റെ കയ്യിൽ ഓർമ്മയില്ല, ചെയ്യണ പതിവും ഇല്ല. അപ്പം അതുകൊണ്ട് 2 തവണ അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ ഒന്നും അങ്ങോട്ട് മിണ്ടിയിട്ടുമില്ല. അച്ഛൻ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കേണ്ടായുള്ളൂ, തൊഴിലും നമസ്കരിക്കലും മടങ്ങും പോവുക എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായതായിട്ട് ഓർമ്മയിലിരിക്കുന്നില്ല. എന്തെപ്പം ഉണ്ടായി ഇഷ്ടമില്ല. അതുകൊണ്ട് ചോദിച്ചോ, അപ്രസന്ന മനസ്ക, ഒട്ടും പ്രസാദമില്ലാണ്ടിരിക്കുന്ന അച്ഛനെ കണ്ടപ്പം എന്തല്ലേ ഒരു വിഷമം തോന്നിയിട്ട് എന്താ മിണ്ടാണ്ടിരിക്കണതാവോ അച്ഛൻ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അടുത്തേക്ക് ചെന്നൊന്ന് തൊഴുതപ്പോഴാണ് ഒന്നും മിണ്ടണില്ല. രാജാവ് ഒന്നും മിണ്ടണില്ല. അപ്പോൾ കൈകൈയാണെങ്കിൽ അടുത്ത് നിൽക്കണ്ടല്ലോ, രാജാവ് ഒന്നും മിണ്ടണില്ലേ. അപ്പോൾ രാജാവിനെയും നോക്കണുണ്ട്, കൈകൈയും നോക്കണുണ്ട്. അന്താളിച്ചിട്ടാണ് ആരും നോക്കണത്, ആരെങ്കിലും ഒരാളെ മിണ്ടണ്ടേ. രാമൻ എന്താ മിണ്ടപ്പോൾ ഇവിടെ വന്നിട്ട്. അപ്പോഴാണ് കൈകേയി എന്തേ ചെയ്തു നിശ്ചയുണ്ടോ, അതാണ് പ്രത്യേകത. കൈകേയി ഇങ്ങോട്ട് നിന്നിട്ട് ഉവാചേതം സുനിർലജ്ജം എന്നാണ്, നാണല്ലാതെ, എന്തില്ലാതെ,
നിർലജ്ജം എന്ന് പറഞ്ഞാൽ നാണല്യാതെ എന്ന്. സുനിർലജ്ജം എന്ന് പറഞ്ഞാൽ ലവലേശം നാണല്യാതെ. എത്ര നാണല്യാതെ എന്ന് പറഞ്ഞാൽ ലേശം നാണം ഉണ്ടാവും. ഇതാ നാണം പഞ്ചായത്തിലേക്ക് ഇല്ല എന്നാ ജാതി നാണല്യാത്ത മട്ടിൽ. ലവലേശം നാണല്യാതെ അങ്ങനെയൊക്കെ പറയില്ലേ. ഒരു എന്തെങ്കിലും നമ്മളൊരു സംഗതിക്ക് പുറപ്പെടുമ്പോൾ ഒരു ലേശം അയ്യേ അങ്ങനെ പാടുണ്ടോ, അയ്യേ അത് മോശമാവില്ലേ എന്നൊക്കെ തോന്നലുണ്ടാവില്ലേ. ആ തോന്നലുകളൊന്നും ഇല്ലാതെ കണ്ട് നമ്മുടെ കൈകേയി എന്താ ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടോ, രാമൻ്റെ നേരെ നോക്കിയിട്ട് ഉവാചേദം സുനിർലജ്ജം നോക്കൂ ധൃഷ്ടം ആത്മഹിതം വച, തൻ്റെ പക്ഷത്തിന് നന്മയുണ്ടാക്കണ വർത്തമാനം പറഞ്ഞു. രാമനോട് പറഞ്ഞു, രാമ ഉണ്ണി പരിഭ്രമിക്കണ്ട, നരാജ കുപ്പിത്ത, അച്ഛൻ ദേഷ്യപ്പെട്ടിരിക്കൊന്നുമല്ല, അച്ഛനങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയൊന്നുമല്ല. പിന്നെ എന്താണെന്ന് പറയും, വ്യസനം നാസ്യ കിഞ്ചന, അച്ഛൻ അങ്ങനത്തെ വിഷമങ്ങളൊന്നുമില്ല. കിഞ്ചിൻ മനോഗതം ത്വസ്യ ത്വദ്ഭയാൽ നാഭിഭാഷത, അച്ഛൻ്റെ ഉള്ളിൽ ചിലതൊക്കെ ഉണ്ട്, തന്നെ പേടിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുക. എങ്ങനെയുണ്ടല്ലേ വർത്തമാനമൊക്കെ. രാജാവിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ പറയണത്. എന്ത്, രാജാവിന് അങ്ങനത്തെ സങ്കടമൊന്നുമില്ല, രാജാവിന് അങ്ങനത്തെ കോപമൊന്നുമില്ല. രാജാവ് മിണ്ടാത്തത് എന്താണെന്നറിയോ, രാജാവിൻ്റെ ഉള്ളിൽ ചിലതൊക്കെ ഉണ്ട്, അതിപ്പോൾ തന്നോട് പറയാൻ എങ്ങനെയാണെന്ന് ഇരിച്ചിട്ടേ പേടിച്ചിരിക്കുക. ആരും രാജാവേ. അതുകൊണ്ടാണ് പ്രിയം ത്വാം അപ്രിയം വക്തും വാണി നസ്യോപവർത്തത, മിണ്ടാൻ അദ്ദേഹത്തിൻ്റെ നാവ് പൊങ്ങണില്ല. കാരണം ഇതാണ്, തദവശ്യം ത്വയാ കാര്യം യദനേന അശ്രുതം. അതുകൊണ്ട് ഉണ്ണി അച്ഛൻ ഇപ്പം പറഞ്ഞാലും പറഞ്ഞില്ല വെച്ചാലും ഉണ്ണി അത് ചെയ്യണം, അതാണ് വേണ്ടത്. ആര് പറഞ്ഞു? എന്തായാലും ഇവിടെ ചിലവായില്ലെങ്കിലും ഇവിടെ ചിലവാക്കുക. എന്താ എവിടെ ചിലവാവില്ല? രാജാവിൻ്റെ അടുത്ത് ഇപ്പോൾ ഒന്നും ചിലവാവണില്ല. അദ്ദേഹം ഇപ്പോൾ ഒരു മട്ടം മാതിരിയൊക്കെ ആയിട്ട് ബോധമില്ലാത്ത മട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വേണ്ടു വെച്ചാൽ അതങ്ങടെ വേണ്ട മാതിരി ചെയ്യും. അപ്പോൾ രാമൻ ചോദിച്ചു, അല്ല എന്താ ചെറിയമേ കാര്യക്ക് മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാവില്ല, ഞാൻ ധൃതിയിൽ ഇങ്ങോട്ട് പോന്നിട്ടേ ഒരു വിവരം ഞാൻ അറിഞ്ഞില്ല, എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായി ഒന്നും മനസ്സിലാവില്ലല്ലോ പറഞ്ഞു. അപ്പോൾ രാജാവിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഈ കൈകേയി രാമനോട് പറഞ്ഞു, അതായത് ഉണ്ണിയെ തരാം എന്നൊന്ന് പറഞ്ഞ് സത്യം ചെയ്തിട്ട് തരില്ല എന്ന് പറഞ്ഞാൽ അത് മര്യാദയാണോ? ആരോട് ചോദിച്ചു? രാമനോട്. ഇന്നപ്പം അങ്ങനെ ഉണ്ടായത് ഇവിടെ. അതാണ് രാജാവിന് ഇത്ര ഒരു നാണം തോന്നുന്നത് മിണ്ടാനേ, തന്നോട് മിണ്ടാൻ. നോക്കൂ, നിരർത്ഥം ഗതചലേ സേതും ബന്ധിതും ഇച്ഛതി. അതുകൊണ്ട് കാര്യം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ആവശ്യം കഴിഞ്ഞ് പുഴയിൽ വെള്ളം ഒഴുകി പോയിട്ട് അല്ലേ ചറ കെട്ടിയിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഉണ്ണിയുടെ കയ്യിലാണ് ഇനി കാര്യം കിടക്കണത്, അച്ഛൻ്റെ കയ്യിൽ ഇനി വല്ല കഥയുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ആര് പറഞ്ഞു? കൈകേയി. ഇത് കേട്ടപ്പോൾ രാമനൊന്നും മനസ്സിലാവണില്ല കൈകേയിയുടെ. അപ്പം കൈകേയിയോട് രാമൻ ചോദിച്ചു, അല്ല ചെറിയമേ എന്താ വെച്ചാൽ പറയൂ, നല്ലല്ലേ മനസ്സിലാവുള്ളൂ. തദ് ബ്രൂഹി വചനം ദേവി, പറയൂ, ഞാനിന്ന് നോക്കട്ടെ എന്താ അതെന്ന്. അപ്പം കൈകേയി ചോദിച്ചു, ഉണ്ണി പറയൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നടക്കണ കാര്യമാണെങ്കിൽ പറഞ്ഞാൽ മതി, വെറുതെ നമ്മളിത് വൈകുന്നേരം വരെ, ഇന്നലെ വൈകുന്നേരം തുടങ്ങിയത് അത് എന്ത്, ഇന്നലെ വൈകുന്നേരം തുടങ്ങിയതല്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് പറയല്ലേ, ഇത്ര നേരം വിളിച്ചായിട്ട് ഒരു കാര്യം നടന്നിട്ടില്ല. അതുകൊണ്ട് നടക്കണ കാര്യമാണെങ്കിൽ എനിക്കത് പറ്റും, അന്ന് ഞാൻ സത്യം ചെയ്യുകയാണ്, ഒരു വാക്ക് തന്നാൽ ഞാൻ പറയാം. കൈകേയി പഴയ പണിയെടുത്തു. ഇത് രാജാവിനെ ഇങ്ങനെയാണ് വട്ടത്തിലാക്കിയത്, ശരിയല്ലേ? ഇത് കൈകേയി പറഞ്ഞു, കരിഷ്യേ പ്രതിജാനേച്ച രാമ, പ്രതിജ്ഞ ചെയ്യാച്ചാൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ ഞാൻ വെറുതെ ഇതിപ്പോൾ ഇങ്ങനെ വിളമ്പിയിട്ട് കാര്യമില്ലല്ലോ, കുറേ നേരമായി ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ പറയണു. രാമൻ ഈ വർത്തമാനം കേട്ടപ്പം ചെറിയമ്മയോട് പറഞ്ഞു, അമ്മേ ഞാനേ ഒരു കാര്യം പറയാം, അമ്മ എന്നോട് കാര്യം പറഞ്ഞോളൂ, അച്ഛൻ്റെ ഉള്ളിൽ എന്താണോ കാര്യം കിടക്കണത് അത് അമ്മ പറഞ്ഞോളൂ, അക്കാര്യം ഞാൻ നടത്തും, സംശയമില്ല കാര്യത്തിന്. എന്താ കാരണം എന്നറിയോ? കരിഷ്യേ പ്രതിജാനേച്ച, ഞാനത് ചെയ്യുന്ന സത്യം ചെയ്യുകയാണ്. മാത്രമല്ല രാമോ ദിർന്ന അങ്ങനെയുണ്ട്. രാമൻ എന്താണെന്നറിയോ? രാമോ ദിർ നഭിഭാഷത, രാമൻ ഒരു കാര്യം രണ്ട് ജാതിയിൽ പറയില്ല എന്നും പറഞ്ഞു. എന്താണ്? രാമൻ ഒരു കാര്യം രണ്ട് ജാതിയിൽ പറയില്ല. അതിന് എഴുത്തച്ഛൻ്റെ ഭാഷ എന്താണെന്നറിയോ? സത്യം മയോ കഥം മറിച്ചു രണ്ടായി വരാ എന്നാണ്. എന്നുവെച്ചാൽ എന്താ അർത്ഥം? ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് വേറൊരു മട്ടിലായിട്ട് തീരില്ല എന്നുവെച്ചാൽ അർത്ഥം അതാണ്. ഞാനൊരു കാര്യം ഒരു മട്ടിലേ പറയുള്ളൂ, അത് മാറ്റി പിന്നെ പറയില്ല. അതുകൊണ്ട് അമ്മ എന്താ വെച്ചാൽ എന്നോട് പറഞ്ഞോളൂ, ഞാനത് വേണ്ട മാതിരി ചെയ്യും. കണ്ടോ? അപ്പം ദശരഥൻ്റെ ആ സ്വഭാവം ആർക്കുണ്ട്? ഏത് സ്വഭാവം? എടുത്തു ചാടി അങ്ങോട്ടില്ലേ ഏറ്റെടുത്തു. അത് പക്ഷെ വ്യത്യാസമുണ്ട്. എന്തിന് വ്യത്യാസമുണ്ട്? അച്ഛൻ എന്താ ചെയ്തത്? ഞാൻ എനിക്ക് സത്യം ചെയ്യുക പറഞ്ഞോളൂ ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് കൈകേയി സത്യം ചെയ്യിച്ചിട്ടാണ് എന്ത് ചെയ്തത്? പഴയ 2 വരം ചോദിച്ചത്. അപ്പോൾ അച്ഛൻ എങ്ങനെയാണ് ചെയ്തത്? മകൻ രാമനിപ്പോൾ എന്താ ചെയ്തത്? അമ്മേ എന്താ വെച്ചാൽ പറഞ്ഞോളൂ, ആ കാര്യം ഞാൻ ചെയ്യും. അച്ഛൻ്റെ അങ്ങനെ ഒരു മോഹം അച്ഛൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഞാൻ പരിപാലിക്കും. സത്യം 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 പറഞ്ഞോളൂ. രാമൻ ഒരു കാര്യം 2 ജാതിയിൽ പറയില്ല. ഒരു കാര്യം
അതായത് ഇപ്പം പറഞ്ഞത് തന്നെ കുറച്ച് കഴിഞ്ഞാലും പറയില്ല, നമ്മുടെ നേതാക്കന്മാരുടെ മാതിരി. ഇങ്ങനെ നാഴികയ്ക്ക് 80 വട്ടം, പണ്ടൊക്കെ 40 കൂടിയിപ്പം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റില്ലേ, അജാതിയൊന്നും ഞാൻ പറയില്ല എന്നും പറഞ്ഞു. ആരോട് പറഞ്ഞു? അപ്പം അച്ഛൻ്റെ ആ എടുത്തുചാട്ടം ഒക്കെ കയ്യിലുണ്ടെങ്കിലും രാമൻ ആ എടുത്തുചാട്ടമൊക്കെ കാണിച്ചാലും വ്യത്യാസമുണ്ട്. ഇപ്പം ദശരഥൻ ഇപ്പം എന്താ ചെയ്യണത്? ദശരഥൻ ഇങ്ങനെ ഒരു എടുത്തുചാട്ടത്തിലൊരു സംഗതി ഏറ്റു വെച്ചാലും ഈ ഏറ്റ കാര്യത്തെ ആലോചിച്ച് പിന്നെ വല്ലാതെ ദുഃഖിക്കുകയും ചെയ്യും. ആര്? പണ്ട് വിശ്വാമിത്ര മഹർഷിയോട് പറഞ്ഞ് ഏറ്റിട്ടും ദുഃഖിച്ചു. ഇപ്പം കൈകേയിയോട് വാക്ക് കൊടുത്ത് പറഞ്ഞ് ഏറ്റിട്ടും ആര് ദുഃഖിച്ചു? ദശരഥൻ ദുഃഖിച്ചു. പക്ഷേ രാമൻ അച്ഛൻ്റെ മുമ്പിൽ വെച്ചിട്ട് കൈകേയിയോട് ഈ വിധത്തിലൊരു വാക്ക് ഏറ്റു, ശരി തന്നെയാണ്. പക്ഷെ അതാലോചിച്ച് എന്ത് ചെയ്തിട്ടില്ല? ദുഃഖിച്ചിട്ടില്ല. ഇതാണ് ആരുമല്ല വ്യത്യാസം. അതൊന്ന് കണക്കിൽ വെച്ചോളൂ. അപ്പോൾ രാമൻ്റെ മിടുക്കം എന്താ ചോദിച്ചാൽ നമ്മൾ വെറുതെ എങ്ങനെ രാമായണം വായിച്ചു പോയി ഒന്നും മനസ്സിലാവില്ല. അച്ഛൻ ചെയ്യുന്ന മട്ടൊക്കെ തന്നെയാണ് മകനും ചെയ്യണത്, അത് തെറ്റൊന്നും പറയാൻ വയ്യ. പക്ഷേ നമ്മളൊരു കാര്യം ഏറ്റെടുത്ത് തീരുമാനിച്ചാൽ പിന്നെ അതിനെക്കുറിച്ച് ദുഃഖിച്ച് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അത് ചെയ്യണമെന്ന് നല്ല മട്ടല്ല. പിന്നെ നമ്മളതിനെ ഭംഗിയായിട്ട് ചെയ്ത് തീർത്താൻ ഇഷ്ടിച്ച് മുമ്പിലേക്ക് കൊണ്ടുപോവുക എന്നല്ലാതെ എന്തില്ല. അതിൽ ചിന്തിച്ചാലോചിച്ച് അയ്യോ വേണ്ടിയിരുന്നില്ല. ഇതാരുടെ സ്വഭാവമല്ല. ഒരു യോഗ്യൻ്റെ സമ്പ്രദായമല്ല. വേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് തോന്നൽ. അപ്പം രാമൻ എന്താ ചെയ്തു വെച്ചാൽ ഞാനത് ചെയ്യും എന്നും ഇത്രയും പറഞ്ഞ സമയത്ത് ഞാൻ ചെയ്തോളാം, അമ്മ പരിഭ്രമിക്കേണ്ട, ഇത്രയേ വേണ്ടോ എന്നും പറഞ്ഞു. ഇത്രയേ വേണ്ടു, ഞാൻ സത്യം ചെയ്തു, രാമൻ പറഞ്ഞ കാര്യം അപ്പം ചെയ്യും, വിഷമില്ല എന്ന് കണ്ടപ്പം എന്താ വെച്ചാൽ കൈകൈ സംഗതി തുറന്നങ്ങോട്ട് പറഞ്ഞു. ആരോട്? അതെന്താ നിശ്ചയമുണ്ടോ? ഞാൻ തൻ്റെ അച്ഛനോട് പണ്ട് 2 വരം വാങ്ങിയിരുന്നു. എന്ത്? ആ വരം ഇപ്പം ഞാൻ ചോദിച്ചു. എന്തായിട്ടാണ് ചോദിച്ചത്? 1 രാമനെ രാജാവാക്കാൻ വെച്ചതുകൊണ്ട് ഭരതനെ രാജാവാക്കണം. 2 രാമൻ 14 കൊല്ലം കാട്ടിലേക്ക് പോകണം എന്നും പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്. അത് അച്ഛന് പറ്റില്ല അത്രേ. അതുകൊണ്ട് ഉണ്ണി വിചാരിച്ചാൽ നേരെ ഉണ്ണിപ്പോൾ സത്യം ചെയ്തതും ആണല്ലോ എന്നും പറഞ്ഞാര്. എങ്ങനെയുണ്ട് ജാതി സാധനങ്ങളൊക്കെ കുടുംബത്ത് വെച്ചാൽ അതാണ് നിർലജ്ജം, സുനിർലജ്ജം എന്നാ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ വെച്ചിട്ട് നാളെ രാജാവാകുമെന്ന് വിചാരിച്ച് ഒക്കെ തയ്യാറായിട്ട് വന്നിരിക്കുന്ന ഒരു ഉണ്ണിയുടെ മുമ്പിൽ വെച്ചിട്ട് ഇതിങ്ങനെ പറയണമെങ്കിൽ ലേശം എന്ത് വേണം? നാണോ മാനോ ഇല്ലായ നല്ലോണം വേണം. അതാര് കാണിച്ചു? കൈകൈ കാണിച്ചു. പക്ഷെ രാമൻ്റെ ആ പ്രത്യേകമായ ഭാവം എന്താണ്ടായെന്നറിയും. അതാണ് ഇവിടെ വാൽമീകി പ്രത്യേകം എടുത്ത് പറയും. ഏതേന ത്വം നരേന്ദ്രോയം കാരുണ്യേന സമാപ്ലുത ശോകസംക്ലിഷ്ടവദനോ നിശക്നോതി നിരീക്ഷിതും. അപ്പം ഈ കണ്ട വർത്തമാനങ്ങൾ ഇവർ 2 പേരും പറയുമ്പം ദശരഥ മഹാരാജാവ് അതിൽ ഇടപെട്ട് എന്തെങ്കിലും ഒന്നും അദ്ദേഹത്തിന് രാമനെ നോക്കാൻ തന്നെ എന്തുകൊണ്ടായിരിക്കും നോക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടായത്? ഈ ജാതി വിഷമങ്ങളൊക്കെ ഞാൻ കുത്തിത്തിരിച്ചുണ്ടാക്കിയതാണല്ലോ, ഇല്ലെങ്കിൽ ഇതൊന്നും ഇങ്ങനെ വരില്ലല്ലോ, ഇല്ലെങ്കിൽ വല്ലാത്ത കഷ്ടമാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാവും രാജാവിനും ഉണ്ടാവും ഉള്ളിലെന്ത്? താൻ എത്ര ഒരു വലിയ രാജാവായിട്ടും എത്ര പോരാത്തവനാണ്, തൻ്റെ മകൻ എത്ര യോഗ്യതയിൽ ആ കാര്യങ്ങളെ നേരിടണത് എന്നൊരു ചിന്ത വന്നിട്ടുണ്ടാവും. രാജാവ് തലതാഴ്ത്തിയിരുന്നു. രാമനാണെങ്കിലോ ഇതീവ തസ്യാം പരുഷം വദന്ത്യാം ന ചൈവ രാമ പ്രവിവേശ ശോകം. ആ വരിയാണ് അടിയിൽ വരയ്ക്കേണ്ടത്. ഇങ്ങനെയൊക്കെ ഈ കൈകേയി ദുഷ്ടത പറഞ്ഞപ്പോഴും രാമൻ എന്താ ഉണ്ടായത്? നചൈവ രാമ, രാമൻ ലവലേശം ഉണ്ടായില്ല. എന്ത് നോക്കൂ? പ്രവിവേശ ശോകം, ദുഃഖം ഉണ്ടാവുക അല്ലെങ്കിൽ ദുഃഖത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളത് ലവലേശം ഉണ്ടായില്ല. മാത്രമല്ല പ്രവിവ്യഥേചാപി മനോ നോക്കൂ മഹാനുഭാവേ രാജാച പുത്രസ്യ. രാജാവാണെങ്കിൽ എന്താ ചെയ്തത്? രാജാവ് ദുഃഖം കൊണ്ട് ബോധം കെട്ട് വീഴുകയും ചെയ്തു. രാമൻ്റെ ഉള്ളിലൊരു ലവലേശം എന്തുണ്ടായില്ല? ചിത്തവിക്രിയ. എന്താ ചിത്തവിക്രിയ? മനോവികാരം ഉണ്ടായില്ല. നമ്മളിപ്പോൾ ചിലതൊക്കെ ഏറ്റാലും ഉള്ളിൽ തോന്നും എന്താ ചെയ്യുക ഓരോന്നും അങ്ങനെ ഉണ്ടാവില്ലേ? അങ്ങനെ ആരും ചിന്തിച്ചില്ല. രാമൻ ചിന്തിച്ചില്ല. കാട്ടിക്കാൻ പോട്ടെ, ആയിക്കോട്ടെ പോവാലോ, അതിനിപ്പോൾ എന്താ കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ ആ സത്യത്തെ ആര് പരമാർത്ഥ രീതിയിലെടുത്തു? അങ്ങനെ തന്നെ എടുത്തു. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളിനി അതിൻ്റെ മുകളിൽ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. അതിൻ്റെ മുകളിൽ ഇല്ലെങ്കിലും ലോകത്തിൽ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാകുമ്പം നമ്മൾ നിലവിളിച്ചതുകൊണ്ടോ പരിഭ്രമിച്ചതുകൊണ്ടോ പരാക്രമം കാണിച്ചതുകൊണ്ടോ അതങ്ങനെയല്ലാതെ ആവുമോ? ഇപ്പോൾ ഒരു അസുഖം വന്നു ഒന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ നമ്മളങ്ങനെ നിലവിളിക്കും. എന്നാലും എന്താ
സങ്കടമായില്ലോ എന്നും പറഞ്ഞിട്ട് അപ്പം വയ്യായ വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഒരു വണ്ടി വിളിച്ച് ആസ്പത്രിക്ക് അങ്ങോട്ട് പോവുക, ഡോക്ടറെ ഇങ്ങോട്ട് കാണുക. അന്നൊക്കെയുള്ള അക്കാലത്ത് കിട്ടണേ നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് നല്ല ചികിത്സ അങ്ങോട്ട് ചെയ്യുക, മിണ്ടാതെ അവിടെ ഇരിക്കുക. അല്ലാതെ എന്താ ചെയ്യുക? നിലൊഴിച്ച് നാട്ടുകാരോടൊക്കെ പറഞ്ഞ് നിലൊഴിച്ച് തല തല്ലി കരഞ്ഞിട്ട് എന്ത് ചെയ്യണം? എല്ലാവരും പറയും പാവം എന്ത് എന്താ അവർ മുണ്ടും കുറഞ്ഞു കൊടുത്ത് ചുണ്ടും തുറച്ച് അങ്ങോട്ട് പോവുകയും ചെയ്യും. എന്ത് കാര്യമുണ്ട്? എല്ലാ കാര്യമുണ്ട്. അപ്പം അങ്ങനെ മറ്റുള്ളവരുടെ ഈ പറയണ എന്താ പറയുക, ഈ കാരുണ്യം, അതുപോലെ അവരുടെ ആ ദയാവായ്പ്, ഇതൊക്കെ വെറുതെ അതിന് നമ്മൾ ഓരോ സന്ദർഭം വരുമ്പോൾ അതിനെ മറികടന്ന് അങ്ങനെ പോവുക. അല്ലാതെ ജീവിത പ്രതിസന്ധിയിൽ നിലവിളിച്ചിട്ടോ കരഞ്ഞിട്ടോ പരിഭവിച്ചിട്ടോ പരാക്രമം കാണിച്ചിട്ടോ അങ്ങനെ എല്ലാവരോടും പരിഭവം പറഞ്ഞ് ഒന്നിനും നിവൃത്തി ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ അതിന് നിവൃത്തി ഉണ്ടാക്കാൻ പറ്റിയ ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യണം? ഈ പണി ചെയ്യണം. അല്ലാതെ നാട്ടുകാരുടെ മുമ്പിലൊക്കെ ചിലർ രണ്ടിൽ എന്തെങ്കിലും കണ്ട എല്ലാവരോടും പറയും. കുടുംബത്തിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഒന്നും പറയേണ്ട, എൻ്റെ കല്യാണിയമ്മ എൻ്റെ രണ്ടാമത്തെ മരുവോളാവും, അവളെൻ്റെ മരുവളെ കുറിച്ചിട്ടേ അത് കഴിഞ്ഞാൽ അവിടെ അമ്മൂട്ടമ്മേ ഒന്നും പറയേണ്ട, എൻ്റെ രണ്ടാമത്തെ മരുവോളാവോ. അങ്ങനെ മരുവോൾ അരി വെച്ച് വാർക്കണത് വരെ നാട് മുഴുവൻ എന്ത് വന്ന് പറയും? മരുവളുടെ കുറ്റം പറയും. എന്നിട്ട് ഉച്ചയ്ക്ക് ഉണ്ണാറാകുമ്പോൾ മരുവൾ വെച്ച് ഉണ്ണും ജീവന് വൈകുന്നേരമായാൽ വീണ്ടും അപ്പുറത്തെ വീട്ടിൽ അമ്മയോട് ഇന്ന മരുവളായിട്ട് വല്ല വിഷമം ഉണ്ടെങ്കിൽ ഒരു ദിവസം മകരമകളെ വിളിക്കുക, കുട്ടിയെ ഇങ്ങനെ എന്നല്ല അങ്ങനെയാ വേണ്ട എന്തെങ്കിലും ആ കുട്ടിയോട് നേരിട്ട് വർത്തമാനം പറഞ്ഞൂടെ കാര്യങ്ങൾ. അവർ തമ്മിൽ എന്തെങ്കിലും അലോഹ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആ അടുക്കളയുടെ 4 ചുമരിൻ്റെ ഉള്ളിൽ തീർക്കേണ്ട സംഗതിയാണ് ആ പഞ്ചായത്ത് മുഴുവൻ കുലുക്കി. വാസ്തവം പറഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനം നാടായ നാട് മുഴുവൻ പറയുമ്പം നാട്ടുകാർ ഈ മരുമകൾ മോശക്കാരിയാണെന്ന് മനസ്സിലാക്കണോ അതോ ഈ സാധനം മോശക്കാരിയാണെന്ന് മനസ്സിലാക്കണോ? എന്താ മനസ്സിലാക്കുക ശരിക്ക്? അതിനുള്ള വിവേകം. അപ്പം നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ള അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, മകനായിക്കോട്ടെ, മകളായിക്കോട്ടെ, അല്ല മരുമകളോ മരുമകനോ അല്ലെങ്കിൽ വേറെ ഈ ജാതി വർത്തമാനങ്ങളൊന്നും ലോകത്ത് മുഴുവൻ പരപരോ പറഞ്ഞ് പാടി നടന്നിട്ടല്ല പരിഹരിക്കേണ്ടത്. അതൊക്കെ അവനവൻ്റെ കുടുംബത്ത് അതുകൊണ്ട് എപ്പോഴും പറയും ഗൃഹഛിദ്രം അതിന് പറയുക. എന്താ പറയുക? ഗൃഹഛിദ്രം നമ്മുടെ കുടുംബത്ത് പുറത്തൊരാളോട് പറയരുത്. ദാരിദ്ര്യം നമ്മുടെ കുടുംബത്തിൻ്റെ പുറത്തൊരാളോട് പറയരുത്. എന്താ കാര്യം? അതുകൊണ്ടൊന്നും കാര്യമില്ല. കടമയാണെങ്കിൽ ആരുടെയും ചോദിച്ചോളൂ. അല്ലാതെ അയ്യോ വയ്യേന്ന് പറഞ്ഞു വയ്യല്ലേ കഷ്ടം പണ്ട് ചെയ്ത പാപത്തിൻ്റെ ഫലാവേരിക്കും നമ്മൾ അയാൾ അങ്ങോട്ട് പോവുകയും ചെയ്തു. നമുക്ക് എന്തുണ്ടായി? പണ്ട് ചെയ്ത പാപത്തിൻ്റെ ഫലമായിരിക്കും നമ്മൾ ചീത്ത വിളിച്ചല്ലേ അയാൾ കയ്യിലിരിപ്പുണ്ടെന്നല്ലേ ഇതിൻ്റെ അർത്ഥം. ഇത് പറയാനല്ലേ ഇപ്പോൾ അത് മറ്റേ നമ്മളിപ്പോൾ അങ്ങോട്ട് പറഞ്ഞ് അതിന് അങ്ങനെ മറ്റുള്ളവരുടെ എന്താ പറയുക ഒരു കാരുണ്യം നേടാനായിട്ട് അതൊക്കെ രണ്ടാന്തരം സമ്പ്രദായമാണ്. ദണ്ണും ദീനും വയ്യായി ദാരിദ്ര്യം കഷ്ടപ്പാട് ധാരാളിത്തമൊക്കെ എല്ലാവർക്കും പല കാലത്തായിട്ട് ഉണ്ടായി ഇങ്ങനെ പോവും. അതൊന്നും എന്നും എല്ലാവർക്കും എപ്പോഴൊന്നും ഇരിക്കില്ല. അപ്പം അതുകൊണ്ട് സമ്പത്ത് ഉണ്ടാകുമ്പോൾ അതിനെ സഹിക്കണം, അതിന് ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ മറികടക്കണം. ആരോഗ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ സഹിക്കണം, അതിന് വയ്യായ ഉണ്ടാകുമ്പോഴും ചികിത്സയൊക്കെ ചെയ്ത് അതിനെ മറികടക്കണം. മനസ്സിന് ക്ഷീണം ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷം ഉണ്ടായ മാതിരിയായിട്ടുള്ള സമയത്ത് എന്താ ചെയ്തത് അതുപോലെ അതിനെയും വേറെ എന്തെങ്കിലും വഴിയുണ്ട് മറികടക്കണം. ഇരുട്ട് വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ മറികടക്കും? പ്രഭാഷണം ചെയ്തിട്ടോ? ആ പ്രഭാഷണം നടത്തി 1 മണിക്കൂർ ഇരുട്ട് പോവില്ലല്ലേ? അപ്പം എന്ത് ചെയ്യും? അപ്പോൾ പ്രഭാഷണം വേണ്ട. അപ്പം ഇരുട്ട് പോകണമെങ്കിൽ പ്രഭാഷണം ചെയ്യേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി? ഒരു തീപ്പെട്ടി എടുത്തിട്ട് ആ വിളക്കിൻ്റെ മുകളിൽ അങ്ങോട്ട് കത്തിച്ച് വയ്ക്കുക. എന്നിട്ട് എങ്ങടാച്ചാൽ പോയിക്കോളും. പ്രഭാഷണമൊക്കെ ചെയ്തോളൂ. അടുത്ത വീട്ടുകാരൊക്കെ എങ്ങോട്ട് പോയിക്കോളും. എന്താ കാരണം? അതും ഇരുട്ടും തമ്മിലൊരു ബന്ധവും ഇല്ല. ശരിയല്ലേ ഇത്? അപ്പം നമ്മൾ പ്രായോഗികമായിട്ട് ജീവിതത്തെ സമീപിക്കണം. ഏത് സമ്പ്രദായമാണെങ്കിലും എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ അതിനെന്താ പരിഹാരം നോക്കുക ചെയ്യുക. എല്ലാറ്റിനും പരിഹാരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാലും കിട്ടുന്നിടത്തോളമുള്ള പരിഹാരം നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കുക. ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ കുറേ കാലം കഴിഞ്ഞാൽ പിന്നെ എന്താവും? അതൊക്കെ നമ്മൾ അതിനോട് അങ്ങോട്ട് യോജിച്ച് എന്നാലും ചത്തൊന്നും പോവില്ല. ആ സാഹചര്യത്തോട് യോജിച്ച് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ പഠിക്കും. ഇപ്പോൾ 18ാമത്തെ വയസ്സിൽ നമ്മൾ ഓണം കൊണ്ടാടിയില്ലേ? ഇല്ലല്ലേ? ഉണ്ട്. 25ാമത്തെ വയസ്സിൽ കൊണ്ടാടിയില്ലേ? ഉണ്ട്. 45ാമത്തെ വയസ്സിൽ കൊണ്ടാടിയില്ലേ? ഉണ്ട്. 65ാമത്തെ വയസ്സിൽ കൊണ്ടാടിയില്ലേ? ഉണ്ട്. 73-ലും കൊണ്ടാടുന്നുണ്ട്. വ്യത്യാസം ഉണ്ട്. ഓരോ കാലത്തും നമ്മുടെ ഓണത്തിൻ്റെയൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലെ തന്നെയാണ് ജീവിതം. ഓരോ കാലത്തിനനുസരിച്ച് മാറി വരുന്ന ജീവിത സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ അതിനെന്ത് ചെയ്യും? ആഘോഷങ്ങളെ ആഘോഷിക്കും, സങ്കടങ്ങളെ നേരിടും, ദുഃഖങ്ങളെ നേരിടും. പലതിനെയും നമ്മൾ അങ്ങനെ മുമ്പേക്ക് ജീവിച്ച് മറികടന്ന് പോകാനുള്ള ഉപായം പഠിപ്പിക്കുന്ന ശാസ്ത്രങ്ങളാണ് എന്ത്? ഇതൊക്കെ. അല്ലാതെ ഇതിനെ നമ്മളിത് കേൾക്കണത് രാമൻ കാട്ടിലേക്ക് പോയി വാക്യത്തിൽ പ്രയോഗിക്കുക. എത്ര കാലമായി പ്രയോഗിക്കണു?
എൻ്റെ കർമ്മണി പ്രയോഗം. രാമൻ രാവണനാൽ കൊല്ലപ്പെട്ടു, അല്ല തിരിച്ചാ പറയേണ്ടതില്ലേ, രാവണൻ. അതന്നെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ. അപ്പം അതുകൊണ്ടൊന്നും കാര്യമില്ല. ഈ കഥകൾ വെറുതെ യാന്ത്രികമായിട്ട് കേൾക്കൊണ്ടൊന്നും ഫലമില്ല എന്നാ പറയും. രാമൻ്റെ ആ മനോഭാവമാണ് നമ്മളിവിടെ പഠിച്ചുറപ്പിക്കേണ്ടത്. രാമൻ എന്ത് ചെയ്തില്ല? അദ്ദേഹം ഈ പറഞ്ഞ രാമ പ്രവിവേശ ശോകം, അച്ഛനും ഈ മകനും ചെയ്തതൊരു പണി തന്നെയാണ്. എന്ത് വന്നപ്പോഴേക്കും ചെറിയമ്മയുടെ മുമ്പിൽ എന്ത് ചെയ്തു കൊടുത്തു? സത്യം ചെയ്ത് ഏറ്റു. പക്ഷേ സത്യം ചെയ്തതിന് ശേഷം എന്താണോ വർത്തമാനം എന്ന് കേട്ടപ്പോൾ ആര് ദുഃഖിച്ചു? രാജാവ് വിഷമിച്ചു. രാമൻ വിഷമിച്ചില്ല. അതാണ് ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തെ ചൊല്ലിയിട്ട്, താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തെ കണക്കാക്കിയിട്ട് എന്ത് ചെയ്തില്ല? രാമൻ ഒരിക്കലും ഒരു കാലത്തും വിഷമിച്ചില്ല. ദശരഥൻ ഏറ്റെടുക്കും, പിന്നെ എന്ത് ചെയ്യും? വിഷമിക്കുകയും ചെയ്യും. ഇതുണ്ടായത്. ആ വ്യത്യാസം മനസ്സിലാക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്തു. രാമൻ എന്തേ പറഞ്ഞു ചോദിച്ചാൽ പറയും, മന്യുർനഹിത്വയാ കാര്യോ ദേവി ബ്രൂമി തവാഗ്രത യാസ്യാമി ഭവ സുപ്രീത വനം ചീരജടാധര. അതുണ്ടായത്. അമ്മേ, ചെറിയമ്മ ഒന്നുകൊണ്ടും പരിഭ്രമിക്കേണ്ട. ഞാൻ മന്യുർനഹി ത്വയാ കാര്യോ. ചെറിയമ്മ ഇവിടെ ദേഷ്യപ്പെടുന്നു വേണ്ട. നീ എന്തിന്? ഒരു കാര്യത്തിനും ദേഷ്യം വേണ്ട, ദേഷ്യം കാണിക്കാൻ പുറപ്പെടണ്ട. എന്ത് ചെയ്യാൻ പോവുകയാണ്? ദേവി. ഈ ദേവി എന്ന് പറഞ്ഞ അമ്മ എന്നുള്ള അർത്ഥമുണ്ട്. പിന്നെ രാജ്ഞി ആണല്ലോ, അങ്ങനെയും ദേവി എന്ന് പറയും. പിന്നെ ദേവി എന്നുള്ള പേരൊരു ബഹുമതിയുള്ള പേരും കൂടിയാണ്. ഈ ഈശ്വരിയിൽ ദേവി ഭഗവതിമാരെയല്ലേ നമ്മൾ ദേവി എന്നൊക്കെ വിളിക്കുക. അപ്പം അതുകൊണ്ട് അമ്മ ഒരിക്കലും പേടിക്കേണ്ട, ദേഷ്യപ്പെടേണ്ട കാര്യമില്ല, ഉള്ളിൽ വിഷമം വെക്കേണ്ട, വേവലാതി വെക്കേണ്ട. ഞാൻ ബ്രൂമി തവ അഗ്രത, ഞാൻ നേരെ മുമ്പിൽ നിന്നിട്ട് പറയുകയാണ്. അഗ്രത എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നേരെ മുമ്പിൽ നിന്ന് പറയും. ഈ നേരെ മുമ്പിൽ നിന്ന് പറയുക എന്നൊക്കെ പറയുന്ന ചില ആശയമുണ്ട്. നമ്മൾ ഒരാളോട് വർത്തമാനം പറയുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? തൂണിൻ്റെ മറവെന്നോ അല്ലേ? തൂണിൻ്റെ മറവെന്ന് ഒളിച്ചു നിന്നിട്ട് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അങ്ങനെയൊന്നും പറയരുത്. ഒരാളോട് നമ്മൾ വർത്തമാനം പറയുമ്പോൾ മുമ്പിൽ നിന്ന് മുഖത്ത് നോക്കി പറയണം. വിരൽ ചൂണ്ടരുത് കേട്ടോ. അത് നമ്മൾ കടം വാങ്ങുമ്പോൾ മുട്ടും അത് വേറെ. എന്ത് വർത്തമാനം, കാര്യമായ വർത്തമാനങ്ങൾ നമ്മൾ പറയുമ്പം ആരോടാണോ പറയണത് ആ പറയണേ വ്യക്തിയുടെ മുഖത്ത് നോക്കി പറയണം. നമ്മൾ ചോദിക്കുക, എന്താ താൻ മുഖത്ത് നോക്കി സംസാരിക്കാത്തത് ചോദിക്കുക. നമ്മൾ എവിടെ നോക്കിയാലും ചിലപ്പോൾ മറ്റവനത് പറയും. എന്താ ദേഷ്യം കാരണവും പറയുന്നത്? മുഖത്ത് നോക്കി സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു നേർവഴിയുടെ ലക്ഷണമാണ്. അതായത് നമ്മൾക്ക് ഇദ്ദേഹത്തിനോട് ഒരു കാര്യം പറയാൻ നാണോ കോപോ താപോ വിഷമോ വികാരങ്ങളോ ഒന്നും ഇല്ല എന്ന് കാണിക്കലാണ് എന്തിൻ്റെ അർത്ഥം? മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കുക. ഈ മുഖത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളുടെ മുഖത്ത് അങ്ങനെ നോക്കരുത്. അങ്ങനെ നോക്കി അശ്ലീലാണ്, അങ്ങനെ നോക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ മുഖത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ ആ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ണിക്ക് നോക്കണം. കണ്ണിൽ കുത്തരുതിട്ടോ, കണ്ണിലേക്ക് നോക്കണം. കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കണം. കണ്ണിക്ക് നോക്കി സംസാരിക്കുക പറഞ്ഞ അർത്ഥം എന്താ? ഒരാൾ നമ്മുടെ കണ്ണിക്ക് നോക്കുമ്പം അദ്ദേഹം നമ്മളോടാണ് സംസാരിക്കണം നമുക്ക് തോന്നില്ലേ? അതൊരു നേരം അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഒരു നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞ ഐ കോണ്ടാക്ട്. എന്ത്? അതെ. അപ്പോൾ നമുക്ക് ആ ഒരു ബന്ധമായി വർത്തമാനം പറയുമ്പം അതൊരു പ്രധാനമായ സമ്പ്രദായമാണ്. അതുകൊണ്ടാണ് രാമൻ എന്ത് പറഞ്ഞത്? അമ്മേ, ഞാൻ എന്താ മുമ്പിൽ നിന്ന് പറയണോ? തവ അഗ്രത, മുമ്പിലാണ് നിന്ന് പറയണത്, അല്ലാതെ അവിടെയും ഇവിടെയും പോയി പറയല്ല. എന്ത് പറയണ? യാസ്യാമി, പോവും, ഞാൻ പോവുകയാണ്. എവിടേക്ക്? യാസ്യാമി ഭവ സുപ്രീത വനം ചീരജടാധര, ഞാനേ കാട്ടിക്ക് പോകണ്ട. എങ്ങനെ? ചീരജടാധര. ചീരം മരവുരി, ജട. ജട പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മുടി ഇങ്ങനെ കൂട്ടിക്കെട്ടി വെക്കണത് ജട. അപ്പോൾ ജടയും പിന്നെ മരവുരിയൊക്കെ എടുത്ത് കെട്ടി ഞാൻ എങ്ങോട്ട് പോകും? കാട്ടിക്ക് പോവും. അമ്മ പേടിക്കണ്ട എന്നും പറഞ്ഞു. അതുകൊണ്ട് എനിക്കതിൽ പരിഭ്രമോ ലവലേശം തോന്നണില്ല. എന്താ വെച്ചാൽ എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. എന്താ അഭിപ്രായം എന്നറിയോ? അളീകം മാനസം ത്വേകം ഹൃദയം ദഹതി, അല്ലെ ഹൃദയം ദഹതി വമേ. നോക്കൂ, എന്തൊക്കെയൊരു വിഷമം എന്നറിയോ? ഉള്ളിലൊരു വിഷമൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്താ വിഷമം ചോദിച്ചാൽ, സ്വയം എന്ന ഹമാം രാജ ഭരതസ്യ അഭിഷേചനം, അതൊക്കെ ഒരു വിഷമം എന്ന് എൻ്റെ അച്ഛൻ അത് എന്നോടൊന്ന് നേരിട്ട് പറയാറുന്നു. ഉണ്ണി, ഞങ്ങളിങ്ങനെ ഭരതൻ്റെ അഭിഷേകമാണ് വെച്ചിട്ടുള്ളത്, ഉണ്ണിയുടെ അല്ല കേട്ടോ, ഒന്ന് പറയാറുന്നു. അത് എൻ്റെ അച്ഛൻ എന്നോട് പറയാഞ്ഞത് എനിക്കൊരു വിഷമം. എന്ത്? കൈകേയി ഇപ്പം എന്താ പറഞ്ഞത്? രാമനെ വെച്ചതുകൊണ്ട് ആരെ അഭിഷേകം കഴിക്കും?
ഭരതന് കഴിക്കും. രാമൻ കാട്ടിക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ, അത് നല്ല കാര്യം ആയിക്കോട്ടെ, ഭരതൻ രാജാവാവണം, നല്ല കാര്യമല്ലേ, അതിലെനിക്ക് വിഷമമില്ല. പക്ഷെ എന്തൊക്കെയൊരു ചെറിയ വിഷമം എന്താണെന്നറിയുമോ? ഭരതൻ രാജാവാവണേലല്ല, അച്ഛൻ എന്തേ അതെന്നോട് നേരിട്ട് പറയാഞ്ഞത്? അച്ഛനൊന്ന് പറയാറുന്നില്ലേ? ഇന്നലെ 2 തവണ വിളിപ്പിച്ച അച്ഛന് 3ാമത് വേണമെങ്കിൽ ഒരവണയും കൂടി വിളിപ്പിക്കാറുണ്ട് പറയാൻ. അതെന്ത്? അതാ ഞാൻ അങ്ങനെ ആലോചിക്കണതേ. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല.